നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഈ കുട്ടി മാനസികമായും ഈ കുട്ടി തളർന്നു പോകും. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിൽ ഒരു കാര്യമില്ല. കാരണം ലൈഫിൽ നമുക്ക് എന്ത് നേടണമെങ്കിലും ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നാട്ടുകാരുടെ നമുക്കടക്കാൻ സാധിക്കില്ല. നമ്മൾ അടക്കുക. അപ്പം ജീവിതത്തിൽ ഇപ്പം പഠിക്കാൻ കഴിവുള്ളൊരു കുട്ടിയാണെങ്കിൽ പഠിക്കാൻ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ടിങ്ങിലൂടെയും കെയറിങ്ങിലൂടെയും ഒരു കുട്ടിയുടെ ജീവിതം മനോഹരമാക്കാൻ നമുക്ക് കഴിയും. അവിടെയാണ് നമ്മൾ വിജയികളുടെ കൂട്ടത്തിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു. ഇപ്പം നമ്മൾ ആ കുട്ടീനെ കൊണ്ട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കുട്ടി ഇപ്പോൾ വാക്കറിൽ നടക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ആളുകൾ കാണുമ്പോൾ അല്ലാ ഈ കുട്ടി എന്താ ഇപ്പം ഇങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ അവിടെ നിർത്തി നില തെറ്റുന്ന അവസ്ഥയിലേക്ക് വരെ ആ കുട്ടി മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ജീവിതത്തിൽ ഈ കുട്ടിയും ഈ കുട്ടിയുടെ പാരൻസും മറക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും ഈ ആളുകൾ അത് ഓർമ്മിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ കുട്ടി ട്രിസബിൾ അല്ല എന്ന് അവരോട് പറയുക. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുട്ടി ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ യാത്ര പോകണമെങ്കിൽ ഈ മോളെ എവിടെയെങ്കിലും ഒന്ന് ആക്കിയിട്ട് വേണമല്ലേ പോവാൻ, എന്തൊരിടങ്ങാറാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പറയാൻ സാധിക്കണം, എൻ്റെ കുട്ടി എനിക്കൊരു അനുഗ്രഹമാണ്, എനിക്കൊരു അനുഗ്രഹമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഈ കുട്ടീനെ പഠിപ്പിക്കാൻ വിടുന്നുണ്ടെങ്കിൽ അവിടെയും ചോദ്യ ചിഹ്നങ്ങളുണ്ടാവും. കുറച്ച് ഏജ് കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിപ്പിക്കുന്നെങ്കിൽ അവിടെ എന്തുണ്ടാവും, പിന്നെ സ്വഭാവം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഈ കുട്ടീനെയും കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചറിയും. അല്ല ഈ കുട്ടി ജന്മനാ ഉള്ളതാണോ, അല്ലെങ്കിൽ ജനിച്ചപ്പോൾ പോളിയോ വന്നതാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നതാണോ, നിങ്ങളെ മരണശേഷം ഈ കുട്ടീനെ എന്താക്കും, ജനങ്ങളുടെ ചോദ്യങ്ങളാണ്. അത് ചോദിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒന്നും ചിന്തിക്കൂല. ഇത് ഓപ്പോസിറ്റ് അവരുടെ പാരൻസാണ് ഇത് കേൾക്കുന്നത്. അവർക്ക് ഒന്നും പറയാതിരിക്കാനും വയ്യ. എന്നാലോട്ട് പറയുമാണ്, കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ടിറക്കാനും വയ്യ എന്നുള്ളൊരു ഡയലോഗില്ലേ, അങ്ങനെ തന്നെ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം ഇപ്പം സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഈ കുട്ടിയെ ഇറക്കാതെ വരുമ്പോഴാണ്, അപ്പം ഒരു പ്രോഗ്രാം ഈ കുട്ടി അവതരിപ്പിക്കുന്ന സമയത്ത് അതിൽ നടത്താൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, എങ്ങനെ നമ്മൾ ഈ കുട്ടിയെ പിന്നീടും ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ മാനസിക നില തെറ്റാൻ തുടങ്ങി. കാരണം ഓരോ വർഷം എടുക്കും ഈ കുട്ടി
ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. കാരണം ഈ ചോദ്യത്തിൻ്റെ മുന്നിൽ ഈ കുട്ടി പതറാണ്. ഈ കുട്ടി പതറിപ്പോവാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പം ജീവിതത്തിൽ നമുക്ക് നമ്മളെ കുട്ടീനെ കൊണ്ട് എൻ്റെ കുട്ടി എനിക്ക് അപ്പോൾ അവിടെ പറയാൻ സാധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ കുട്ടി ഇപ്പം അൽഹംദുലില്ലാ ആദ്യമൊക്കെ ഈ കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ കുട്ടി വാക്കറിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയാൻ പാരൻസിന് കഴിയണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയില്ല, കാരണം നിങ്ങൾ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചിന്തിക്കും. അപ്പം കാരണം ഈ കുട്ടിക്ക് ഒരുപാട് ആഗ്രഹം